അവക്കാഡോ വെച്ചിട്ടുള്ള ഒരു പുതിയ റെസിപ്പിയാണ്. നമുക്ക് ഇന്നൊരു പുതിയ റെസിപ്പി ട്രൈ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ RENJU's വേൾഡ്. നമുക്ക് ഇപ്പൊ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യിലേക്ക് പോവാം. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഗുവാക്കാമോളി എന്ന് പറയുന്ന റെസിപ്പിയെ കുറിച്ചാണ് കേട്ടോ. ഇത് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കേട്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനം വരെ കാണാൻ നിങ്ങൾ മറക്കല്ല കേട്ടോ. അപ്പോൾ പേര് കേട്ട് നിങ്ങൾ ആരും ഞെട്ടേണ്ട. സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കിയാലോ. അപ്പം 2 അവക്കാഡോ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അവക്കാഡോ ജസ്റ്റ് കട്ട് ചെയ്ത് പിളർത്തിയെടുക്കുമ്പം തന്നെ അതിങ്ങനെ പിളർന്നു വരും കേട്ടോ. എന്നിട്ട് അതിൻ്റെ നടുവിലുള്ള സീഡ് നമ്മൾ എടുത്ത് മാറ്റുക. സീഡ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ 2 അവക്കാഡോ സീഡൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി ആവശ്യമുണ്ട്. കുറച്ച് വെളുത്തുള്ളി, ഒരു സവാള, കുറച്ച് മല്ലിയില, ഒരു നാരങ്ങ, കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ തക്കാളിക്ക ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ആഡ് ചെയ്യാം കേട്ടോ. തക്കാളി നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്ത് ഞാൻ ചേർത്തിട്ടുണ്ട് ഗാർണിഷിന് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ സവാള ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തു. സവാള നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും കൂടി നമ്മൾ ആഡ് ചെയ്യുക. അതും കൂടി നമ്മൾ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ സൈഡിലേക്ക് മാറ്റി വെക്കുക. നിങ്ങൾ തക്കാളിക്ക് ഇതിൻ്റെ കൂടെ ചോപ്പ് ചെയ്യാൻ പാടില്ല, അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ വേറൊരു ബൗളിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അവക്കാഡോ, അതിൻ്റെ പൾപ്പ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കുക. അവക്കാഡോ എന്ന് പറയുന്നത് ഭയങ്കര ഫൈബറും ആൻറ്റി ഏജിങ്ങും ആൻറ്റി ഓക്സിഡൻറ്റും 20 വിറ്റാമിൻസും മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവ കൊണ്ട് സമ്പുഷ്ടമാണെന്നാണ് കേട്ടോ എനിക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ അവക്കാഡോ നല്ല വൃത്തിയായിട്ട് നമ്മൾ മാഷ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും കാണാൻ പാടില്ല. നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുക. ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ട് മാഷ് ചെയ്യുക. അപ്പം ഞാനത് നന്നായിട്ട് മാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ മാഷ് ചെയ്ത് കഴിയുമ്പോൾ. അത് ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. അവക്കാഡോ അങ്ങനെ കഴിക്കാൻ ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേരുമ്പോഴാണ് അതിന് ടേസ്റ്റ് ആവുന്നത്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇതിനകത്തേക്കിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് വെളുത്തുള്ളി പച്ചക്കിടാൻ താല്പര്യമില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം കേട്ടോ. അത്ര വലിയ ടേസ്റ്റ് വെളുത്തുള്ളിയുടെ വരുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ഇട്ടത്. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും നാരങ്ങ നീര്, കുറച്ച് മല്ലിയില. നാരങ്ങ നീരൊക്കെ ഒരുപാട് പുളി നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് അതിന് എല്ലാം കൂടി ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം. ഉപ്പ്, നന്നായിട്ട് മിക്സ് ചെയ്യുക. സൂപ്പർ. അതിൻ്റെ ഉള്ളിയും നാരങ്ങയുടെ നീരും എരിവും എല്ലാം കൂടി ചേർന്ന് വന്നപ്പോഴാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഉള്ളത്. അവക്കാഡോ ഒറ്റയ്ക്കായിരിക്കും ഒട്ടും ടേസ്റ്റ് ഇല്ല, പക്ഷെ കോമ്പിനേഷൻ എല്ലാം കൂടി ചേർന്ന് വന്നപ്പോഴാണ് ടേസ്റ്റ് ഉള്ളത്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഇങ്ങനെ കഴിക്കാൻ പറ്റുമോ എന്ന്, പക്ഷെ ഒരിക്കലും ഇല്ല. ഇത് നമുക്ക് ഒന്നുകിൽ ബ്രെഡിനകത്ത് ഇങ്ങനെ തേച്ചിട്ട് കഴിക്കാം, ഇല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് റോൾ ചെയ്ത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാം. ഏറ്റവും നല്ലൊരു സംഭവമാണ്. അങ്ങനെ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ഡിഷ് ഗുവാക്കാമോളി കംപ്ലീറ്റ് ആയിരിക്കണ സിമ്പിൾ റെസിപ്പിയാണ്. പാചകം ചെയ്യേണ്ട ഒരാവശ്യമില്ല. ജസ്റ്റ് കട്ട് ചെയ്യുക, മിക്സ് ചെയ്യുക, എത്ര മാത്രമേ ഉള്ളൂ. വെച്ചിട്ടുണ്ട് എഗ് റോൾ പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ മുട്ടയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് നമ്മുടെ ഗുവാക്കാമോളെ അത് നമ്മൾ ഇടുന്നു. നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. ഓക്കെ,
ഇത് കുറച്ച് പെപ്പർ പൗഡറാണ്, അത് അതിൻ്റെ മേളിലേക്ക് കുറച്ച് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇത് റോൾ ചെയ്യുന്നു. നമ്മളിവിടെ അലുമിനിയം ഫോയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് റോൾ ചെയ്യുക. അടിക്കുന്ന പോവാതിരിക്കാൻ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചപ്പാത്തി എല്ലാം നമുക്ക് അതുപോലെ ചെയ്യാം. ഇതാണ് നമ്മുടെ പെർഫെക്റ്റ് എഗ് റോൾ ഗോക്കാമോളെ റെസിപ്പി. ഇത് ഹെൽത്തി ആണ്, കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റും. അത് കൂടാതെ ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾക്ക് 3 to 4 days വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. അപ്പൊ ഫ്രിഡ്ജിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്ത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. 4 days വരെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അത് കൂടാതെ പ്രിസർവേറ്റീവ്സ് ഇല്ല, നോ പ്രിസർവേറ്റീവ്സ് ആണ്, നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, ഫ്രൂട്ട്സും ആയി മീലും ആയി എല്ലാം കൂടെ ആയി. അപ്പം ഹെൽത്തി ആണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഒലിവ് ഓയിൽ ചേർക്കണമെങ്കിൽ അത് ചേർക്കാട്ടോ. ഞാൻ ഒലിവ് ഓയിൽ ചേർത്തിട്ടില്ല, അത് നിങ്ങളുടെ ഇഷ്ടം. ഒലിവ് ഓയിൽ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഈ സിമ്പിൾ റെസിപ്പി നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഗോക്കാമോള ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടവർക്ക് അങ്ങനെ സൂക്ഷിക്കാം. പിന്നെ ചപ്പാത്തി മാത്രം വേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.